നമസ്കാരം. ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് തമാശകൾ. ഞാൻ ഹോസ്റ്റ് ജെറി ജേക്കബ് ജോൺ. ഞാൻ താൽക്കാലിക ഹോസ്റ്റ് ഡാനിയൽ റിച്ച്മോൻ. താൽക്കാലികോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മാമനെവിടെ, ഇവനെവിടെ, ലാനെവിടെ, എല്ലാവരും നമ്മള് അതെ, അവരുടെ കുറച്ച് മീൻസ് അവർക്കിപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ ഇവിടെ വരാൻ മീൻസ് കുറെ കാരണങ്ങളാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം കൂട്ടത്തിൽ അമ്മമാരെ ചില തിരക്കായിട്ടുള്ളത് ഇവിടെ. എന്തോടെ എനിക്ക് പണിയൊന്നും ഇല്ലെന്നാണ്. നിനക്ക് തിരക്കുകളുണ്ട്, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നീ ഫ്രീ ആവും. അല്ല, അവന്മാർക്ക് തിരക്കുകളുണ്ട്. പഠിത്തം മീൻസ് അവന്മാരുടെ കുറച്ചുകൂടെ നമ്മളന്ന് പറഞ്ഞു കുറച്ചുകൂടെ വലിയ ലെവൽ സ്റ്റഡീസാണ്. അപ്പോൾ അതെ അതെ, കുറച്ച് പഠിക്കാനും പിന്നെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കിയായിരുന്നു. ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു, കുറേ വീഡിയോ ചെയ്തു. പക്ഷേ എല്ലാം നമുക്ക് അങ്ങോട്ടൊരു നമുക്കൊരു അത് കിട്ടിയില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെയ്യണ്ട, ഇട്ട് കഴിഞ്ഞാലും വെറുതെ വീഡിയോ പേരിനിടുന്ന പോലെ ആയിപ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ കുറേ നാളിങ്ങനെ ഇരുന്നു, പക്ഷേ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞു പോയപ്പോൾ എന്നാൽ പിന്നെ ഇടാതായി പോകുമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ കുറേ അങ്ങ് പോയപ്പോഴത്തേന് ഇപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ചാനൽ എടുത്ത് നോക്കിയാൽ മതി. 1 year ആയി. ഒരു ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് 1 year ഒക്കെ. നിങ്ങൾ സ്ഥിരം പറയും ഇന്നിടും, നാളെ ഇടും, മറ്റന്നാളെ ഇടും, പക്ഷെ ആരും തെറ്റ് പറയാൻ പറ്റത്തില്ല. അതെ, സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. നമുക്ക് ശരിക്കും വിഷമമുണ്ട്. കാരണം ഒരുപാട് കണ്ടന്റ് മിസ്സായിട്ടുള്ളൂ. എത്ര കണ്ടന്റ് ശരിക്ക്. നമ്മുടെ ISL തീർന്നു. ISL വളരെ ഞങ്ങളുടെ സാറ്റർഡേ കോർണർ എന്ന് പറഞ്ഞൊരു പുതിയ സെഗ്മെന്റിൽ ഭയങ്കര മീൻസ് ഞങ്ങളുടെ അതിനകത്തൊരു മീൻസ് നമ്മളൊരു ചുമ്മാ ഒരു പ്രഡിക്ഷൻ ചെയ്തതാണ് ഞാനും ജോൽ തോമസും ഇരുന്ന്. അത് അത്യാവശ്യം നല്ല ഇൻസ്റ്റയിൽ റീല് വൈറലായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയ സാധനമായിരുന്നു നമ്മുടെ കഴിഞ്ഞ സീസണല്ലേ ഇത്. കഴിഞ്ഞ സീസൺ നിങ്ങൾ ഒരു വീഡിയോയിൽ ഇട്ടില്ലല്ലോ. ഈ സീസൺ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മിക്ക കളികൾ നമ്മൾ കാണാൻ പോയല്ലേ. അതെ, അത് ഇത്തവണ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ ആദ്യമായിട്ട് നമ്മളെല്ലാവരും ഞാനും നീയും ഏകദേശം എല്ലാ കളികളും, കൊച്ചി വന്ന എല്ലാ കളികളും ഞങ്ങൾ കണ്ടു. അതൊരു ഭയങ്കര പ്രത്യേക പുതിയ എക്സ്പീരിയൻസ്. നല്ലൊരു കളി എന്ന ഉദ്ദേശം നമ്മുടെ ഗോവ. അതെ, അതായത് ഗോവയ്ക്ക് എതിരെ നമ്മൾ വരുമ്പോൾ എപ്പോഴും നമുക്കൊരു ഞങ്ങളുടെ മറ്റേ വീഡിയോ വൈറലായതും ഗോവയുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ഗോവയ്ക്കെതിരെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു കളിയാണ്. അടിപൊളി. നമുക്ക് എല്ലാ ഇവൻ്റെയൊക്കെ തലയൊക്കെ ചുമന്നു വന്ന് അലച്ച് അമ്മാതിരി രസകരമായൊരു കളിയായിരുന്നു. അതൊക്കെ മിസ്സായി. അതെ, കേരള അവസാനം ആശാനും പോയി. അത് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ആ പോസ്റ്റ് കണ്ടപ്പോൾ കുറച്ചു നേരം നില്ലായിപ്പോയി. എത്ര ഒരു വിഷമമായിപ്പോയി. ആശാനും പോയി. മാക്സിമം പുള്ളി ചെയ്യുന്നുണ്ട്. അതെ, കുറേ പരിക്കല്ലായിരുന്നു. ലൂണയൊക്കെ പകുതിക്ക് വെച്ച് പോയി. അല്ലാത്ത ഒരു സീസണായി പോയി. പക്ഷേ നമ്മൾ അടുത്ത തവണ പിടിക്കും. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട ഫാൻസ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത തവണ നമ്മൾ പിടിക്കുമെന്ന് പ്രതീക്ഷ വയ്ക്കുന്നു. അതുപോലെ തന്നെ IPL പകുതിയായി. ഇപ്പം തന്നെ അതൊരു കണ്ടന്റാണ്. IPL എന്നുള്ള കണ്ടന്റ് നമ്മുടെ IPL ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു സുഖം കിട്ടുന്നില്ല. ഒരു കുറച്ച് രീതിയിൽ മീൻസ് ഇപ്പൊ എല്ലാ ഒരു മുംബൈ ഫാനായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര എന്തോ ബുദ്ധിമുട്ട് വരുന്നത്. ഞാനും ഒരു മുംബൈ ഫാനാണ്. പക്ഷെ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മീൻസ് മുംബൈ ഇഷ്ടപ്പെട്ട് നമുക്ക് രോഹിത് ശർമ്മയോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. അതെ, ആ രോഹിത് ശർമ്മയെ നമ്മളിങ്ങനെ തഴയുന്ന മാറ്റി നിർത്തുന്നത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ക്യാപ്റ്റൻസി ഇപ്പോൾ നമ്മൾ ക്യാപ്റ്റൻ പറയുകയാണ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അതല്ല നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. രോഹിത് ശർമ്മ എന്ന നിലയിൽ പുള്ളി ഒരു ഇന്ത്യൻ ക്യാപ്റ്റനാണ് ഇപ്പോഴും. പുള്ളിയെ മാറ്റി നിർത്തി ചെയ്യുന്നത് നമുക്കൊരു മീൻസ് നമ്മളങ്ങനെ കണ്ട് ശീലിച്ചതുകൊണ്ട് അതായിരിക്കാം. നമ്മൾ അത്രയും നാൾ അങ്ങനെ രോഹിത് ശർമ്മയെ കണ്ടിട്ടില്ല. പിന്നെ അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്, ഹാർദിക് പാണ്ഡ്യ ടീമിനെ കൊണ്ടുപോകായിരുന്നു. മീൻസ് ജയിച്ച് തുടരുമായിരുന്നെങ്കിൽ ചിലപ്പം ഇത്രയും ഇത് വരത്തില്ല. ഹാർദിക് പാണ്ഡ്യക്ക് ഇത്രയും നെഗറ്റീവ് വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി വേറൊരു ടീമിൽ പോയതുകൊണ്ടല്ല. പുള്ളി അവിടെ ചെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ഇല്ല A to B സൂപ്പർ ഹീറോസിനെ വെച്ച് കളിക്കുന്ന ടീമാണ്. അങ്ങനെ മാനേജ്മെൻറ്റിനെതിരെയും അത്രയും വലിയൊരു ടീമിനെതിരെയും പുള്ളിയാക്കി തീർത്തത് മുംബൈ ഇന്ത്യൻസാണ്. ആ ഒരു ടീമിനെതിരെ ഇങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് എല്ലാവർക്കും ദേഷ്യം വരുന്നത്. പിന്നെ പുള്ളിക്ക് ജയിക്കുവാണെങ്കിൽ പിന്നെയും പോട്ടെന്ന് വയ്ക്കാം. അതെ, പുള്ളിയുടെ പെർഫോമൻസും വളരെ മോശമാണ്. എനിക്കൊന്ന് ലാസ്റ്റ് 2 കളിയിൽ പുള്ളിയുടെ ബോളിംഗ് ഉള്ളായിരുന്നു. അല്ലാതെ പുള്ളിയുടെ ബാറ്റിംഗ് ഒക്കെ ഭയങ്കര. പുള്ളി ഒരു ഓൾറൗണ്ടറാണ്. T20 വൈസ് ക്യാപ്റ്റൻ അല്ലേ, ടീമിൽ കയറി ഇത്രയും കളി കളിച്ചിട്ട് പുള്ളി ടീമിൽ കയറി. പിന്നെ പുള്ളി മീൻസ് അത് ഓരോ മേ ബി ഒരു ഓൾറൗണ്ടറെ അങ്ങനെ ഒരാളെ ആവശ്യമുണ്ടെന്ന് രോഹിത് പറയുന്നു, നമുക്കറിയത്തില്ല. സഞ്ജു സാംസൺ ടീമിൽ കയറി. അത് വളരെ
പറയാൻ പറ്റത്തില്ല. സഞ്ജു അടച്ചെന്ന് കളിച്ചാൽ മതിയായിരുന്നു, നല്ലപോലെ കളിക്കോളാ ഇത്തവണ കളിച്ചാൽ മതിയായിരുന്നു. കാരണം ഇപ്പം ഇത്തവണ എനിക്ക് IPL കാരണം എല്ലാവരും 200 എടുക്കുമോ, 200 പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചില കളികളായിരുന്നു 200. ഇത്തവണ തന്നെ ഏറ്റവും ആദ്യത്തെ 5 ഹൈസ്റ്റ് സ്കോറും ഈ തവണ വന്നു. അല്ല 4 എങ്ങാണ്ട്. അല്ല ഹൈദരാബാദാ പകുതി എടുത്തിട്ടുള്ളത്. അവന്മാരില്ല വന്ന് അടിച്ചങ്ങ് 200 മണ്ടേ പോവാ. അപ്പൊ അത് നമുക്കൊരു കളി ഒരു എല്ലാം അങ്ങനെ ആകുമ്പോഴത്തേന് ഒരു നേരത്തെയൊക്കെ 1-2 ആകുമ്പോഴത്തേന് രസകരമുള്ള കളികളായിരുന്നു. അപ്പോൾ നോക്കാം. പിന്നെന്താണ് ഇത്തവണ എനിക്ക് രാജസ്ഥാനും RCB എനിക്ക് കൂടുതൽ ഇഷ്ടം. മുംബൈ ഇഷ്ടമല്ലെന്നല്ല, പക്ഷേ മുംബൈ കളി ഇത്തവണ പോയി. കാരണം ഇത്തവണ നല്ല ടീമായിരുന്നിട്ടും ക്യാപ്റ്റൻസിയിൽ വന്ന പിഴവ് കൊണ്ട് പോയി. രാജസ്ഥാനോ അല്ലെങ്കിൽ RCB പക്ഷേ ഇനിയും വരുമോ എനിക്കറിയത്തില്ല. അതെ, അത് എല്ലാ സീസണിലും അങ്ങനെയാണ്. കഴിഞ്ഞ സീസണിലും മുംബൈ കാരണമാണ് RCB ഇതിൽ കയറിയത്. മുംബൈ ജയിച്ചത് കൊണ്ടാണ് RCB തിരിച്ചു വന്നത്. പക്ഷേ RCB അവസാനത്തോടെ എത്തുമ്പോൾ കളിക്കും, പിന്നെ ലാസ്റ്റ് ഒരു കളി കളിക്കും, അത് തോറ്റും കളയും. ചെറിയ സാധ്യതയുണ്ട്. ഇപ്പോഴും അങ്ങ് പൂർണ്ണമായിട്ടും RCB ഔട്ടായിട്ടില്ല. ഇല്ല, മുംബൈ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല രാജസ്ഥാൻ കപ്പടിക്കണമെന്നുണ്ട്. സഞ്ജു ഒരു കപ്പ് ക്യാപ്റ്റനായി ഒരു കപ്പ് എടുക്കുന്നത് കാണണമെന്ന് എല്ലാ മലയാളികളുടെ ഒരു ആഗ്രഹമായിരിക്കും, അത് ഉറപ്പായിട്ടും. അങ്ങനെ IPL എന്നൊരു വലിയൊരു പകുതിയായി. നമുക്ക് നോക്കാം. IPL കപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ഫൈനലിലുള്ള കളി നമ്മൾ രാജസ്ഥാൻ ഫൈനലിൽ വരുവാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യും. അതെ പകുതി അതിന് ഇനി വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റുകളുടെ സംഭവമാണ്. എല്ലാ ദിവസവും കണ്ടന്റ് മൊത്തം ബിഗ് ബോസ്. അതെ, അതെ. അയ്യോ, അകത്തെ ബിഗ് ബോസിനേക്കാൾ കൂടുതൽ വെളിയിലാണ് ബിഗ് ബോസ് നടക്കുന്നത്. അഖിൽമാരാര് വിഷയം, മറ്റേ കാസ്റ്റിംഗ് കോച്ച് വിഷയം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുവരെ കണ്ടന്റ് ആയിരുന്നു. അല്ല, നമുക്ക് അതിനകത്ത് കുറെ കാര്യങ്ങൾ ഓരോരുത്തരും അഖിൽമാരുടെ 4-5 ലൈവ് ചെയ്തു. തിരിച്ച് അതിൻ്റെ ഇടയിൽ റിനോഷ് വന്ന് ലൈവ് ചെയ്തു ഒരാവശ്യമില്ലാതെ. വേറൊരു പുള്ളി വന്ന് അങ്ങനെ വെളിയിലും അകത്തും എല്ലാം ബിഗ് ബോസ് ആയിരുന്നു. ബിഗ് ബോസും ഇനിയും കണ്ടന്റ് ഉണ്ട്. പകുതി ആയതേ ഉള്ളല്ലോ, 50 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. 50-something ദിവസം കണ്ടേ ഉള്ളൂ. ഇനിയും കണ്ടന്റ് ഉണ്ട് ബിഗ് ബോസിലും. ബിഗ് ബോസും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ചെയ്യും, ഇനിയും ചെയ്യാം. ഈ എല്ലാ ദിവസത്തേക്കുള്ള കണ്ടന്റ് ഉണ്ട് ബിഗ് ബോസിൽ. അതുപോലെ തന്നെ ഇത് T20 വേൾഡ് കപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ടീം ഇട്ടെന്ന്. T20 വേൾഡ് കപ്പ് നമുക്ക് സാറ്റർഡേ കോർണർ എന്ന് പറയുന്ന നമ്മുടെ സെഗ്മെൻറ്റിൽ നമുക്ക് ചെയ്യാമെന്നായിരിക്കും. സാറ്റർഡേ കോർണറും തിരിച്ച് കൊണ്ടുവരണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. കാരണം തുടങ്ങി വെച്ച സെഗ്മെൻറ്റ് നമുക്ക് കളയാനൊരു ബുദ്ധിമുട്ട്. ഇപ്പം ഞാനും ജെറിനും അല്ലെങ്കിലും വേറെ അണിയറ പ്രവർത്തകരും ഉണ്ട്. അതെ, ചെയ്തോളൂ. അല്ലേ, എങ്ങനെയൊക്കെ ചെയ്തോളൂ. അത് നമ്മൾ ചെയ്യും. ഇനിയും ത്രൂ ഔട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഇത്രയും നാൾ പറഞ്ഞതുപോലല്ല, ഇനി അങ്ങോട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞാൻ വന്നിരുന്ന് ചെയ്യും എന്നൊരു ഇതിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കാരണം ഇത് ചെയ്യും. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നൊന്നുമില്ല. നമ്മുടെ മലയാള സിനിമ, അയ്യോ ശരിയാ, സിനിമകളുടെ കാര്യം നമ്മൾ അങ്ങനെയുണ്ട് ഒരു സെഗ്മെന്റ്, റിവ്യൂ സെഗ്മെന്റ്. എന്തോരം നല്ല സിനിമ ഇറങ്ങി. അതെ, കോടികൾ അടിച്ച എത്ര പടങ്ങൾ കോടികൾ അടിച്ചു. ഏറ്റവും അതിന്റെ എനിക്ക് ടോപ്പ് നിൽക്കുന്ന മഞ്ഞുമേൽ ബോയ്സും 200 തമിഴ്നാട്ടിൽ വരെ അത്രയും മീറ്റായി. അത് മറ്റേ ഗുണാക്കേവും ആ പാട്ടും അതിനൊരു വൈബാണ്. ഭ്രമയുഗത്തിൽ നിന്ന് തുടങ്ങിയതാ. എനിക്കൊന്ന് ആദ്യം ഇറങ്ങിയത് മറ്റേ ടോവിനോട് പടം ഉണ്ടല്ലോ, അന്വേഷിപ്പിംഗ് കണ്ടു. അത് എനിക്ക് തോന്നുന്നു ഇത്രയത്തിന്റെ ഇട ഇറങ്ങിക്കൊണ്ട് കുറച്ച് അത് നല്ലൊരു പടം അത്. പക്ഷെ അത് ഇത്രയും പടങ്ങളുടെ ഇടയിൽ ഇറങ്ങിയോണ്ടാന്ന് തോന്നുന്നത് ഒരു ഞെരുക്കത്തിൽ പെട്ടുപോയി. എന്നാലും അത്യാവശ്യം എനിക്ക് തോന്നുന്നു കളക്ഷൻ കയറി. എനിക്കും ഇഷ്ടപ്പെട്ടു പടം. കളക്ഷൻ കുറച്ച്, എന്നാലും കളക്ഷൻ അത്യാവശ്യം കയറി. അതുപോലെ തന്നെ അന്വേഷിപ്പിംഗ് കണ്ടെത്തും, ഭ്രമയുഗം, പ്രേമലു, മഞ്ഞുമേൽ ബോയ്സ്, ഇപ്പോൾ താണ്ട ആവേശത്തിൽ വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ ആവേശത്തിൽ എത്തി നിൽക്കുകയാണ്. പിന്നെ ജയ് ഗണേഷും അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ കയറി. ഇപ്പോൾ താണ്ട ആവേശത്തിൽ എത്തിക്കുന്നു. ആവേശം ഉടനെ എനിക്ക് തോന്നുന്നു May 9 OTT ആമസോൺ പ്രൈമിൽ വരുമെന്ന് ഉള്ള ഒരു ചെറിയൊരു ന്യൂസ് നമുക്ക് കണ്ടിട്ടുണ്ട്. പെട്ടെന്നായി പോയല്ലേ? അതെ, പെട്ടെന്നായി പോയി. മഞ്ഞുമലൊക്കെ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി. എന്നാലും കൊള്ളാം. ആവേശം നല്ലൊരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് അത് കാണുന്നു. പല രാജ്യങ്ങളും പല നടന്മാർ സ്റ്റോറി ഇടുന്നു. വളരെ ഒരു നല്ല ഒരു ഗോൾഡൻ ഇറയുടെ തുടക്കമാവട്ടെ ഈ ഒരു വർഷം. ഇഷ്ടംപോലെ നല്ല പടങ്ങൾ വരുന്നു. അപ്കമിങ് യെസ്. ഇപ്പോൾ താണ്ട റിലീസിന് ഡേറ്റ് വന്നിന്ന് ബറോസിന്റെ 8 സെപ്റ്റംബർ 12 എന്ന് പറഞ്ഞു. ബറോസ് ഒരു നല്ല പടമാവട്ടെ. മോഹൻലാലിന്റെ ഫസ്റ്റ് ഇഷ്ടപ്പെടും. അതെ, പിള്ളേർക്ക് 3D ഒരു മൈഡിയർ കുട്ടിച്ചാത്തൻ കുറുവൊക്കെ തന്നെയാണ് ഏകദേശം ബറോസ്. ടോവിനോടൊരു പടം വരുന്നില്ലേ, ARM? അതെ, ARM എന്ന് പറയും. അതും 3D ആണെന്ന് തോന്നുന്നു. അതും അത്യാവശ്യം നല്ലൊരു മീൻസ് അതെനിക്ക് തോന്നുന്നു ഒരു
3 ആൾക്കാരുടെ മൂന്ന് ആൾക്കാരാന്ന് തോന്നുന്നു. ടൊവിനോ തന്നെ ചെയ്ത 3 സംതിങ് എന്തോ ഒരു ആന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അത് അത്യാവശ്യം നല്ലൊരു കഥയായി. ഇഷ്ടംപോലെ പടങ്ങൾ വരുന്നുണ്ട്. നസ്ലിന് തന്നെ ഇപ്പോൾ പ്രേമലുവിന് ശേഷം പ്രേമലു 2 അടക്കം പിന്നെ കുറേ പടങ്ങൾ ഇതിരിക്കുന്നു. പിന്നെ കുറേ പടങ്ങൾ 2ാം ഭാഗം ഈ വർഷം ഇറങ്ങുന്നുണ്ട്, അവസാനത്തോട് വരുന്നുണ്ട്. അതെ, എമ്പുരാൻ. അതെ, മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും എമ്പുരാൻ. ഒരുപാട് പടങ്ങൾ വരുന്നു. എല്ലാം വിജയകരമാകട്ടെ അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് കണ്ടന്റാണ്. നമുക്കിനി എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ചെയ്യും എല്ലാ വീഡിയോ. ഡാനിയൽ റിജിമോൻ എന്ന് പറയുന്നത് മാമന്റെയും എബിനോട് അവരുടെയും നേരെ കുട പിടിക്കുന്ന രീതിയിലുള്ള പൊട്ടൻഷ്യലുള്ള. ഞാൻ എപ്പോഴും കാണത്തില്ല കേട്ടോ, ഞാൻ പുറകിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന വളരെ കുറവായിരിക്കും. എന്നാ അവൻ പറയുന്നത്, അയ്യോ നിങ്ങൾ മാക്സിമം കമന്റ് ബോക്സിൽ ഡാനിയൽ റിജിമോനെ സപ്പോർട്ട് ചെയ്താൽ ഡാനിയൽ റിജിമോൻ അടുത്ത പോഡ്കാസ്റ്റിലും വരും. സംഭവം സൂചിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മള് ജസ്റ്റ് സുഖമുണ്ട് കേട്ടോ, പിടിക്കാനാണെങ്കിലും സംസാരിക്കാൻ ഒരു സുഖമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കുറച്ച് മീൻസ് ഒരു ഇൻട്രഡക്ഷൻ പോലെ തിരിച്ചു മീൻസ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തുടങ്ങിയപ്പോൾ ഒരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് കണ്ടന്റ്സ് മീൻസ് കുറേ കണ്ടന്റ് മിസ്സായി, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ വീഡിയോ, അതെ അങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ. ഒരുപാട് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയില്ലേ നിങ്ങൾക്ക്? അതെ, തിരിച്ചുവരവ് കുറേ തിരിച്ചുവരവുകളായി. ഇനിയും പക്ഷേ തിരിച്ചുവരവ് രീതിയിൽ അതെ കാണത്തുള്ളായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇന്റർലക് പോഡ്കാസ്റ്റ് നിർത്തി. അയ്യോ, അതൊരു ഭയങ്കര വിഷമമായി പോയി. കാരണം നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ പറയുന്നുണ്ട്, ഇന്റർലക് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റാണ് മലയാളത്തിലെ ഫസ്റ്റ് യൂട്യൂബ് പോഡ്കാസ്റ്റ്. അപ്പോൾ അവരുടെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ആ ഗ്യാപ്പിൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് യൂട്യൂബിൽ അയ്യരികളിയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ തുടങ്ങിയ സമയത്ത് യൂട്യൂബിൽ പോഡ്കാസ്റ്റ് 1, 2 ഉള്ളൂ. 1, 2, 3, 4. മെയിൻ വിഷയം ഇത് തന്നെ, കൺസിസ്റ്റൻസി ഒരു പ്രശ്നം പറ്റില്ല. അതൊരു പക്ഷേ ഇനി ആ കൺസിസ്റ്റൻസിയുടെ പ്രോബ്ലം ഞങ്ങൾ ആരെ കൊണ്ടും കേൾപ്പിക്കുന്നതല്ല. നമ്മൾ വീഡിയോ ചെയ്യുന്ന അത്രേ ഉള്ളൂ, ചെയ്യും. എത്രയും വേഗം അവന്മാരെല്ലാം കൂടി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് ആണെങ്കിലും ഞാൻ ചെയ്യും. ഇനിയും കണ്ടന്റ് ബേസ്ഡ് വീഡിയോ അടുത്തതായിട്ട് നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒരുപാട് ഡൗണിലായിട്ട് പോയി യൂട്യൂബിൻ്റെ അൽഗോരിതം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. യൂട്യൂബ് കുറച്ചാൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ താന്ന് അത് ഒരു പരുവാകും. പിന്നെ ഇത് പൊക്കിക്കൊണ്ട് വരണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഞെക്കുക. എനിക്കിതിനെ പറ്റി ആലങ്കാരിക പോയെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. അതെ, ഓക്കെ. സോ വി കുറച്ച് മാഷകൾ വേണ്ടി ഇറ്റ്സ് മീ ജെറി ജേക്കബ് ജോൺ, താൽക്കാലിക ഹോസ്റ്റ് ഡാനിയൽ. ബൈ.